ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജൂലൈ മാസത്തിൽ ഒരു 9 എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ എനർജി പോർട്ടൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നമുക്ക് 2 റിട്രോഗ്രേഡ്സ്, പിന്നെ ന്യൂ മൂൺ, ഫുൾ മൂൺ, പിന്നെ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റങ്ങൾ വെച്ച് വളരെ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വട്ടവും പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുമെന്നല്ല, എന്നാലും നമ്മളൊന്ന് അവെയറായിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു സജഷൻസ്, ആ പോസിറ്റീവ് എനർജി, ആ പ്രോത്സാഹനം, ആ ഒരു സ്നേഹം എല്ലാം കൊണ്ടും ഞാൻ ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓരോ വ്യക്തികളോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജൂലൈ മാസം സ്റ്റാർട്ടിങ് തൊട്ട് അപ്പോൾ നമുക്ക് ഒരു റിട്രോഗ്രേഡ് ഉണ്ട്, അതായത് നെപ്റ്റ്യൂൺ റിട്രോഗ്രേഡ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ചന്ദ്രഭഗവാന് ബാക്കിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. നമ്മുടെ മൈക്കിൾ ജാക്സൻ്റെയൊക്കെ ആ ഒരു ഡാൻസ് സ്റ്റെപ്പ് പോലെ. അപ്പോൾ ബാക്കിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഫലിതപരമായിട്ട് പറയട്ടെ, പാസ്റ്റിൽ കടന്നുപോയ പല കാര്യങ്ങളും തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ അവിടെയൊക്കെ ഞാനെന്നും പറയുന്നത് പോലെ നമ്മളുടെ ഇമോഷൻസിനെ ഉയർത്തരുത്, ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് എന്താണ് അവിടെ ആ പ്രശ്നം, എന്തിനാണ് ഇങ്ങനൊരു സാധ്യത അല്ലെങ്കിൽ സംഭവങ്ങൾ കോക്രിയേറ്റ് ചെയ്ത് എൻ്റെ മുന്നിൽ വന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു ചെറിയ പരീക്ഷണമാണ്. തളർന്നു പോകില്ല, തളർന്നു വീഴില്ല. യൂണിവേഴ്സ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നെപ്റ്റ്യൂണിൻ്റെ ആ ഒരു റെട്രോഗ്രേഡ് ആ ഒരു സംഭവം നടക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുക, ഒരു കുട്ടി ഒരു 5 വയസ്സിൽ ഒരു 7 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അവരുടെ വീട്ടിൽ രക്ഷാകർത്താക്കളോട് പറയും, എനിക്കൊരു അംബീഷനുണ്ട്, ഒരു സയൻറ്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്കൊരു പൈലറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹങ്ങൾ പറയുകയും പിന്നെ പോകെ ആ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ വേറെ വഴിക്കൊക്കെ വഴിതിരിഞ്ഞൊക്കെ പോയി ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും അവർക്ക് ജീവിതത്തിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. അവരുടെ വഴിയൊക്കെ തിരിഞ്ഞു പോയി വേറെ ഓരോ മേഖലയിൽ അവർ ജോലി ചെയ്ത് ജീവിച്ചു വരികയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കിതുപോലെ അന്ന് ആ ചൈൽഡ്ഹുഡിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഡീപ്പായിട്ട് കിടക്കുന്ന അംബീഷൻസിനെ ഒന്ന് തട്ടി ഉയർത്തിയെടുക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരിക. അപ്പോൾ സയൻറ്റിസ്റ്റ് ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ഒരു ഡിസ്കവറി ആ ഒരു രീതിയിൽ ഒരു ടീം, ഒരു പ്രോജക്റ്റ് വർക്കിൻ്റെയൊക്കെ ഒരു ലീഡർ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ കുഞ്ഞുനാളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു അംബീഷനുമായിട്ട് ഈ വരുന്ന ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്ത് കിട്ടുന്ന പല സാധ്യതാ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്താം. ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ പലതും നിങ്ങളുടെ മുന്നിലെത്താം. ചിലപ്പോൾ ഇത് നിങ്ങളെ മനസ്സുകൊണ്ട് ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളുടെ ആ ഒരു പാഷൻ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി, ആ ഒരു ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ ബൂസ്റ്റ് ചെയ്ത് നമ്മളെ ഉയർത്തുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ഒരു ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടണം. അതാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നതിൻ്റെ റിട്രോഗ്രേഡ് കൊണ്ട് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോ വ്യക്തികൾക്കും നമുക്ക് ലൈറ്റ് സൈഡുമുണ്ട്, ഡാർക്ക് സൈഡുമുണ്ട്. അപ്പോൾ നമ്മുടെ ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിഷ്ടമല്ല. മറ്റുള്ളവർ അത് ഒന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്നതോ ഒന്നും നമുക്കിഷ്ടമല്ല. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കുറച്ച് കറുത്തിട്ടാണ്. ഒരു കുട്ടി വിചാരിക്കുകയാണ് കുഞ്ഞുനാൾ മുതൽ എന്നെ കാണാൻ കൊള്ളില്ല, ഞാൻ കറുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മ നല്ല സുന്ദരിയാണ്, അല്ലെങ്കിൽ എനിക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ കാണാൻ നല്ല ഭംഗിയാണ്, കുടുംബത്തിൽ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ മാത്രം എന്താ ഇങ്ങനെയായി പോയി എന്നുള്ള അതിൻ്റെ ഉള്ളിൽ നിന്നത് ചോദിക്കുന്ന ചോദ്യം.
അങ്ങനെ അത് തന്നെ പ്രസ്താവിക്കുന്നു, എന്നെ കാണാൻ കൊള്ളില്ല, കറുത്തിരിക്കുക, ആരും മുഖത്തേക്ക് നോക്കില്ല. ഇനി 100 പേര് നമ്മുടെ അടുത്ത് ചോദിക്കും, കറുത്തയാണല്ലോ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ബാക്കി എല്ലാവർക്കും അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അത് നമ്മളിൽ തന്നെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഡാർക്ക് സൈഡ്. അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ വീക്ക്നെസ്സും ഉണ്ട്. ആ ഒരു ഗുഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ഗുഡ് വൈബിൽ നിൽക്കുന്ന ആ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു രീതിയിലൊക്കെ നമ്മളുടെ ആ ഡീപ്പായിട്ടുള്ള ഒരു ഡാർക്ക് സൈഡിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരാം. അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും പല വ്യക്തികളോ സംഭവങ്ങളോ വാർത്തകളോ ഒക്കെ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്കൊരു ട്രിഗറിങ് തരാം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെ പിടിച്ച് ഇങ്ങനെ കുലുക്കുന്ന രീതിയിൽ പല ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിൽ വരാം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ ഡാർക്ക് സൈഡിനെ നമ്മൾ ഷാഡോ വർക്ക് ചെയ്ത് അതിനെ ഹീല് ചെയ്തെടുക്കുക. ഞാൻ കറുത്തയാണെങ്കിലും വെളുത്തയാണെങ്കിലും യാതൊരു കുഴപ്പവുമില്ലാതെ നമ്മുടെ ശാരീരികമായിട്ട് ഹാൻഡിക്യാപ്ഡൊന്നും അല്ലാതെ വളരെ ഭംഗിയായിട്ട് ഈശ്വരൻ ആ ഒരു സൃഷ്ടിയായിട്ട് എന്നെ ഈ ഭൂമിയിലേക്ക് തന്നു. അപ്പോൾ നിറത്തിന് ഒരു പ്രസക്തിയും ഇല്ലെന്നും അത് കറുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഹീല് ചെയ്തെടുക്കുക. നമ്മളുടെ ആ ഒരു ഷാഡോ വർക്കൊക്കെ ചെയ്ത് നമ്മളെ ഹീല് ചെയ്തെടുക്കേണ്ട ആ ഒരു സമയമാണ്. അല്ലെങ്കിൽ ഈ ഓരോ എനർജി അല്ലെങ്കിൽ ഓരോ ഗ്രഹത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഷിഫ്റ്റ് കൊണ്ട് പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മളാകെ തളർന്നു പോകും. അപ്പോൾ അതിലൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ആ ഒരു സമയമാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത്, കാരണം ഇവിടെ മെർക്കുറിയുടെ ഒരു റെട്രോഗ്രേഡ് കയറി വരുന്നത് കൊണ്ട് ബുധഗ്രഹം എന്ന് പറയുമ്പോൾ ആശയവിനിമയം ഒക്കെ നടത്തുന്നതിന് ആ ഒരു അത്രത്തോളം അധിപനായി നിൽക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ വാക്കാൽ മാത്രമല്ല നമ്മളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളുടെ ആക്ഷൻ ഒക്കെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ വളരെ അവെയറായിരിക്കണം. കാരണം ചുറ്റിനുമുള്ള പല കാര്യങ്ങളും നമ്മൾ പറയാതെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻറ്റൻഷനിലല്ല പറഞ്ഞത്, പക്ഷേ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുമ്പോൾ അത് നമ്മളെ തന്നെ ട്രിഗർ ചെയ്യും. അല്ലെങ്കിൽ നമ്മളാണ് അതിനകത്ത് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ കുറ്റം വന്ന് ചാർത്തും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു എനർജി പോർട്ടൽ ഈ ഒരു മാസം കഴിയുന്നത് വരെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഇവിടെ ഞാനത് കാര്യങ്ങൾ പറയണോ, എൻ്റെ ഒരു സംഭാഷണം ഇവിടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാൻ ഏത് രീതിയിലാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നമ്മുടെ ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുമുള്ള റിലേഷൻഷിപ്പ്, ഇതിപ്പോൾ പറയുമ്പോൾ പലർക്കും ട്രിഗറിങ് ആവുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും പറയേണ്ട കാര്യം നമുക്ക് പറഞ്ഞേ മതിയാവും. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ ഒക്കെ ഉള്ളപ്പം ഓരോരുത്തരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ രണ്ട് പേര് തമ്മിൽ അടുത്ത് നിൽക്കുമ്പോൾ ഒരാൾ ചിലപ്പം വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആളിനെ ഒരു മെഷീൻ പോലെ അല്ലെങ്കിൽ ഒരു മീഡിയം പോലെ നമ്മളെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ടാമത് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പം ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവർ മറ്റേ ആളിൻ്റെ അടുത്തുള്ള ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോ വെച്ച് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഇവരെ കൊണ്ട് മറ്റേ ആൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വല്ല ഗോസിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ട്രിഗർ ചെയ്യാനായിട്ടോ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അത് കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ ഇവരുടെ തലയിലാവും പാരപണിഞ്ഞോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വരാം. അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ത്രൂ വേർഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എങ്ങനെയായാലും നമ്മളൊന്ന് അവെയറായിരിക്കുക. പിന്നെ നമുക്ക് ന്യൂ മൂൺ പോർട്ടൽ ഉണ്ട്. ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ഗാർബേജസും ബാഗേജസും ക്ലട്ടേഴ്സും എല്ലാം നമ്മൾ ഹീല് ചെയ്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ പേപ്പറിൽ എഴുതി അത് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ഈശ്വരനോട് തന്നെ തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പോലെ നമ്മളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്ത് ഹീല് ചെയ്ത് ഒക്കെ നമ്മളെ വളരെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ് ന്യൂ മൂൺ പോർട്ടൽ.
പക്ഷേ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മൾ ചുറ്റിനും നമ്മളുടെ എൻവയോൺമെൻറ്റിനെ ഒന്ന് നോക്കുക. ഇപ്പോൾ ഒരു ജോലിക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കഴിവിനനുസരിച്ച് നമുക്കവിടെ ഉയരാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മുകളിലോട്ടുള്ള ആളുകൾക്ക് നമ്മളോടുള്ള ആ ഒരു പിന്നെ അധികാരം വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇവർ കടന്നങ്ങ് പോകുമോ എന്നൊക്കെയുള്ള ഒരു ഈഗോ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം ഉയരാനായിട്ട് ശ്രമിച്ചാലും, നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്നാലും മുകളിലേക്കുള്ള ആ ഒരു അധികാര കയറ്റം, ഹയർ ഓഫീസേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളെ ഒരിക്കലും അങ്ങനെ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക. ടെർമിനേഷൻ ചെയ്തോ അല്ലെങ്കിൽ റിസൈൻ ചെയ്തോ ഒരു ജോലി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ സ്റ്റിക്ക് ആയിട്ട് നിൽക്കാതെ അതിൽ നിന്ന് മാറി നമുക്ക് പുറത്തോട്ടിറങ്ങുമ്പോഴാണ് യൂണിവേഴ്സ് നമുക്ക് ആപ്റ്റായിട്ടുള്ള പല സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ പല കാര്യങ്ങളും ബന്ധങ്ങളിലാണെങ്കിലും ശരി തന്നെ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എനർജി വാമ്പയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളുടെ ചുറ്റിനും നിന്ന് നമ്മളുടെ ആ ഒരു എനർജിയെ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിനെ കടിച്ചു വലിച്ച് ഊറ്റിക്കുടിക്കുന്ന പല ആളുകളും നല്ല മുഖത്തോടു കൂടി ചിരിച്ചും സന്തോഷിച്ചും ഉള്ളിൽ ഇതുപോലത്തെ കപടതകൾ വെച്ചുകൊണ്ട് നമ്മളുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകളെ ഒന്ന് മാറ്റി, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളുടെ പുതിയ കാര്യങ്ങൾ, പുതിയ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, തീരുമാനിക്കുക. പിന്നെ നമുക്ക് ഫുൾ മൂൺ എനർജി പോർട്ടലുണ്ട്. അപ്പം ന്യൂ മൂൺ എനർജി പോർട്ടലിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ, എന്തെല്ലാം കാര്യത്തിന് നമ്മൾ വിത്ത് വിതച്ചോ, അതിന് വേണ്ടിയിട്ടുള്ള ഫലം എല്ലാം അത് സ്പ്രൗട്ട് അല്ലെങ്കിൽ ആ ഒരു സീഡ് പൊട്ടി മുളച്ച് ചെറിയ നാമ്പുകളായിട്ട് വളർന്നു വരുന്ന ഒരു കാര്യമാണ് ഫുൾ മൂൺ എനർജി പോർട്ടലിൽ നമുക്കുണ്ടാവുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ജൂലൈ മാസം അവസാനം അല്ലെങ്കിൽ പകുതിക്കപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സർപ്രൈസായിട്ട് ഒരുപാട് ചിലപ്പോൾ റിവാർഡ്സ്, അല്ലെങ്കിൽ നേരത്തെ നമുക്ക് എന്തെങ്കിലും ഏപ്രിൽ മാസം തൊട്ട് ഞാനിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിന് മുമ്പ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ഗുഡ് കർമ്മയുടെ ഫലം നമുക്ക് ബ്ലെസ്സിങ്സ് ആയിട്ടോ റിവാർഡ്സ് ആയിട്ടോ പ്രൊമോഷനായിട്ടോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ മണി ബ്ലോക്കേജൊക്കെ മാറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് നല്ലത് തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇങ്ങനെ സർപ്രൈസായിട്ട് നമുക്ക് ഗിഫ്റ്റ് തരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതിൻ്റെ ഡിവൈൻ ടൈമിങ്ങിലാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ ഇതുപോലെ സർപ്രൈസായിട്ട് ഡിവൈൻ ടൈമിങ്ങിൽ നമുക്ക് ഗിഫ്റ്റ്, അല്ലെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനക്കയറ്റം, അല്ലെങ്കിൽ നമുക്ക് കരിയർ വൈസ് നല്ലൊരു ജോലി, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അയ്യോ അത് ഇപ്പം ശരിയാവത്തില്ല, അത് എടുക്കണ്ട, അത് നമ്മളങ്ങനെ ആ ഒരു രീതിയിലൊരു ഡബിൾ മൈൻഡിൽ നിൽക്കാൻ പാടില്ല. ഒരു റിസീവിങ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് അത് ഏറ്റെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് തുറന്ന് നമ്മുടെ ഹാർട്ട് സ്പേസിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ അത്രയും സജ്ജമായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എനർജി പോർട്ടലിൽ നമ്മൾ ഒന്ന് അവെയറായിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആരുടെയും മുമ്പിൽ പീപ്പിൾ പ്ലീസർ ആവാൻ പാടില്ല. നമ്മളുടെ ചുറ്റിനും നമ്മളെ താഴ്ത്തിക്കെട്ടാനായിട്ട് അല്ലെങ്കിൽ പിടിച്ചു താഴ്ത്താനായിട്ട് പല ആളുകളും ശ്രമിക്കും. കാരണം ചുറ്റിനും നിൽക്കുന്ന ആളുകൾക്ക് അത്ര മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നീ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഗോസിപ്സ് പറഞ്ഞുണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നിന്ന് നമ്മൾ മാറുക എന്ന് പറയുമ്പോൾ നമ്മളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിന്നുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് അവെയർ ആയിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. എപ്പോഴും ആ ഒരു ശക്തി നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലത് മാത്രമേ പ്രദാനം ചെയ്യുള്ളൂ. പക്ഷേ ആ ഒരു നല്ലത് നമ്മൾ പ്രദാനം ചെയ്യണമെങ്കിൽ അത്രയും നമ്മൾ സ്ട്രെങ്ത്, നമ്മളുടെ ഒരു മാനസിക ശേഷി, ആ ഒരു മാനസിക ബലം ഒക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കുഴിയിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വയ്ക്കാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ ചവിട്ടുപടി കയറാനുള്ള ആ ഒരു കോൺഫിഡൻസും ആ ഒരു ധൈര്യവും നമ്മൾ സംഭരിച്ചുകൊണ്ട് ചെയ്യുക.
അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ ഇനീഷ്യൽ സ്റ്റെപ്പ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ പതിനായിരക്കണക്കിന് കരങ്ങൾ വന്ന് നിങ്ങളെ അതിൽ നിന്ന് ഉയർത്തി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി.